നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി വരാനിരിക്കുകയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പര 2 ടീമിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ കഴിഞ്ഞ 2 തവണയും ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു. ഇത്തവണയും ഈ നേട്ടം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ നാട്ടിൽ ന്യൂസിലാൻഡിനോട് ടെസ്റ്റ് പരമ്പര തോറ്റ് നാണം കെട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. പെർത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മ കളിക്കുന്നുമില്ല. ഇന്ത്യയുടെ മറ്റു പ്രധാന താരങ്ങളും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നിലവിൽ ഇന്ത്യ പരിശീലന മത്സരം കളിക്കുകയാണ്. ഇൻട്രാ സ്ക്വാഡ് മത്സരത്തിൽ ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം നിരാശപ്പെടുത്തുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ സീനിയർ താരവും സൂപ്പർ താരവുമായ വിരാട് കോഹ്ലിക്ക് തിളങ്ങാനാവുന്നില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്നത്. വിരാട് കോഹ്ലി പെർത്തിൽ നടന്ന പരിശീലന മത്സരത്തിൽ വെറും 15 റൺസാണ് നേടിയത്. മുകേഷ് കുമാറാണ് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നേടിയത്. പെർത്തിൽ രോഹിത് ശർമ്മ ഉണ്ടാകില്ലെന്നത് വ്യക്തമായതോടെ വിരാട് കോഹ്ലിയിലേക്കാണ് എല്ലാവരുടെയും കണ്ണ്. എന്നാൽ സമീപകാലത്തായി മോശം ഫോമിലാണ് കോഹ്ലി ഉള്ളത്. ഈ വർഷം ഒരു ടെസ്റ്റ് സെഞ്ചുറി പോലും നേടാനാവാതെ കോഹ്ലി പ്രയാസപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ കോഹ്ലി ഓസീസ് പരമ്പരയിലൂടെ ഫോമിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സന്നാഹത്തിൽ കോഹ്ലി കാഴ്ചവെക്കുന്നത്. മുകേഷ് കുമാറിന് മുന്നിൽ കീഴടങ്ങിയ കോഹ്ലിക്ക് മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ് പേസ് കൂട്ടുകെട്ട് വലിയ തലവേദന ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. കോഹ്ലി ഫ്ലോപ്പ് ആയാൽ ഇന്ത്യയുടെ വിജയ സാധ്യതകൾ അത് കുറയ്ക്കും. ഓസ്ട്രേലിയയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് കോഹ്ലി. അതുകൊണ്ട് തന്നെ ഈ മികവ് ഇത്തവണയും കോഹ്ലിക്ക് കാഴ്ചവെക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ മോശം ഫോം ഇതിനോടകം വലിയ തലവേദനയായി കഴിഞ്ഞു. ഇപ്പോഴിതാ ഇതിനിടെ പരുക്കും ഇന്ത്യയുടെ ആശങ്ക ഉയർത്തുകയാണ്. KL രാഹുലിന് പരിശീലനത്തിനിടെ പരിക്കേറ്റെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം രാഹുലിനെ ഓപ്പണറാക്കണമെന്നാണ് ഇന്ത്യ കരുതുന്നത്. ഇക്കാര്യം പരിശീലകൻ ഗൗതം ഗംഭീർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ പരിക്ക് രാഹുലിനെ വേട്ടയാടുന്നുവെന്ന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. രോഹിത്തിന് പകരം ഇന്ത്യ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുന്ന അഭിമന്യു ഈശ്വർ ഇന്ത്യ A ടീമിനൊപ്പം തീർത്തും നിരാശപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ രാഹുലിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പറയാം. എന്തായാലും സന്നാഹ മത്സരത്തിലെ ഇന്ത്യയുടെ ആകെയുള്ള പ്രകടനം പ്രതീക്ഷ നൽകുന്നതല്ല. ജസ്പ്രീത് ബുംറയടക്കം നെറ്റ്സിൽ ബാറ്റ്സ്മാൻമാർക്ക് പന്തെറിഞ്ഞ് നൽകി. ഋഷഭ് പന്തിന് പരിശീലിക്കാൻ നെറ്റ്സിൽ ബുംറ പന്തെറിഞ്ഞു. എന്തായാലും നിലവിലെ പ്രകടനം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതല്ല. ഓസ്ട്രേലിയക്കെതിരെ 4 ജയം നേടാനായാലേ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കാൻ സാധിക്കൂ. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് 4 ജയം ഓസ്ട്രേലിയയിൽ നേടുക എന്നത് വളരെ പ്രയാസമാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഇന്ത്യൻ പദ്ധതി ഓസ്ട്രേലിയക്കെതിരെ നടക്കില്ല. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ എന്നിവരെല്ലാം മോശം ഫോമിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ പ്രയാസമാണെന്ന് തന്നെ പറയണം. ഋഷഭ് പന്ത് ഇത്തവണ ഒറ്റയ്ക്ക് അത്ഭുതം സൃഷ്ടിക്കുമെന്ന് കരുതാനാവില്ല. ചേതേശ്വർ പുജാര, അജിൻക്യ രഹാന എന്നിവരുടെ അഭാവം ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം പേസ് നിരയിലെ മുഹമ്മദ് സിറാജിന്റെ മോശം ഫോമും മുഹമ്മദ് ഷമിയുടെ അഭാവവും ഇന്ത്യക്ക് തിരിച്ചടിയാണെന്ന് തന്നെ പറയാം.